ഹായ് ഫ്രണ്ട്സ്, ആലിയസ് ലിറ്റിൽ ചോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്. ചോറിനും ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു കറിയാണിത്. ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് 2 തക്കാളിയും 4 വെണ്ടയ്ക്കയും പിന്നെ 2 കത്തിരിക്കയുമാണ്. ഇപ്പോൾ മീഡിയം സൈസ് കത്തിരിക്കയാണെങ്കിൽ 2 എണ്ണം, വലുതാണെങ്കിൽ 1 എണ്ണം മതിയാവും. ഇനി ഇതെല്ലാം ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇത് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിത് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. ശരിക്കും ഇത് സാമ്പാർ പോലല്ല, ഈ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. അതുകൊണ്ട് തന്നെ ഒരു 3 വിസിലാവുന്നത് വരെ നമുക്ക് കുക്കറിലേക്ക് വേവിക്കാം. ഈ ഒരു കറിയിൽ നമുക്ക് വെണ്ടയ്ക്കയ്ക്ക് പകരമായിട്ട് ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതായിപ്പോൾ നമുക്കിത് 3 വിസിലാവുന്നത് വരെ വേവിച്ചെടുക്കാം. ഇതായിപ്പോൾ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഇപ്പോൾ ഒരു മാഷർ ഉപയോഗിച്ചിട്ടോ തവി ഉപയോഗിച്ചിട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമ്മുടെ കറി വേണ്ടത്. ഈ കറിയിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി വഴിച്ചാനുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു കടായി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു 4 ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. സവോള ചേർത്തതിന് ശേഷം ഇത് 1-2 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ ഇങ്ങനെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സവോള ചെറുതായിട്ട് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കാം. അപ്പം ഞാനിവിടെ ചെറുതായിട്ട് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുള്ള 4 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് വേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ്. അപ്പോൾ ഈ മസാലപ്പൊടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റാം. അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള സവോളയും പച്ചമുളകും നന്നായിട്ട് വാടിയിട്ടുണ്ട്. അതുപോലെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്തതിന് ശേഷം 1 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് വഴറ്റാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഉടച്ച പച്ചക്കറികളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇത് കുറച്ച് കട്ടിയായിട്ടാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ശരിക്കും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന, അധികം മസാലയൊന്നും ചേർക്കാത്ത നല്ലൊരു സൈഡ് ഡിഷാണിത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഉച്ചയ്ക്ക് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. ഇപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി 1/4 കപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. പുളി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തക്കാളി ചേർക്കുമ്പോൾ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഒരു 4-5 തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പുളിയൊക്കെ ചേർത്ത് നന്നായിട്ട് തിളവന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടുതൽ ചേർക്കുന്നതനുസരിച്ചിട്ട് ഈ കറിയുടെ ടേസ്റ്റും കൂടും. അപ്പോൾ മല്ലിയില ചേർത്തിട്ട് ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സൈഡ് ഡിഷ് റെഡിയായി കഴിഞ്ഞു. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.